ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുധീനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാൻ ചെയ്തിരിക്കില്ലേ നീലിമ, അതിനുള്ള ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ടേ. അങ്ങനെ സുധി പോവുകയാണ്, പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശ്രുതി ഇവിടെ പുറത്തിരുന്നിട്ട് ഭയങ്കര പ്ലാനിങ് ആണ്. കാരണം എന്താണ്, എനിക്ക് വയ്യ അങ്ങനെ പണിയെടുക്കാൻ മടുത്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മീര പറയുന്നുണ്ട്, നീ അവരൊന്ന് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇതിങ്ങനെ ആയത്, നീ എന്നെ അനുഭവിച്ചോന്ന് അറിയടി, നീ പറഞ്ഞതാ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു താടി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെന്താ പറയുക എന്ന് ചോദിക്കുക, ഞാൻ നടുവേദന അഭിനയിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, ആ ശരി എന്നാൽ അങ്ങനെ ചെയ്തോ, എന്നാൽ നിനക്കും റെസ്റ്റ് എടുത്തിരിക്കാം എന്നറിയാം. അപ്പോൾ പറയും ശ്രുതി പറയും, എടീ സച്ചി എങ്ങനെ നോക്കുന്നുണ്ടെന്ന് രേവതിയുടെ അടുത്തുനിന്ന് മാറിപ്പോകുന്നില്ല, അത്ര സ്നേഹത്തോടു കൂടിയാണ് സച്ചി നോക്കുന്നത്, എനിക്ക് കൊതിയാവുക കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, ഞാനും ഇങ്ങനെ നടുവേദനയായി കടന്നാലേ എന്നെ സുധി നന്നായി നോക്കും എന്ന് പറയുന്നുണ്ട്. ആ സുധി നോക്കി തന്നെ, നീ അത് പ്രതീക്ഷിക്കേ വേണ്ട മീര പറയണ്ട, കാരണം സച്ചിയല്ല സുധി എന്ന് പറയുന്നുണ്ടേ. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നടുവേദന ഇളകാം, പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ എന്നെയും രേവതി നോക്കുമ്പോൾ എന്നെയും നോക്കിക്കോളും എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ ശ്രുതി പിന്നെ പോരുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പാർക്കിൽ സുധി ചെല്ലുകയാണ്. ബെഞ്ച് കാണുമ്പോൾ പഴയ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നിട്ട് കുറേ എന്തൊക്കെയോ ഷോകൾ കാണിക്കുന്നത് കാണാം. എന്നിട്ട് അവിടെ വന്നിരിക്കും. കുറമ്പോൾ പറഞ്ഞ് എന്തോ നാറ്റടിക്കുന്നുണ്ട്, അവിടെ പെരിച്ചാഴി ചത്ത് കിടക്കുന്നുണ്ട് തോന്നണു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സുധിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ബ്രോ വിളിക്കുന്ന ഒരുത്തൻ, അവനും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ കണ്ട് ഭയങ്കര സന്തോഷമാവാണ്, രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, നമ്മളുടെ ഈ ബെഞ്ച് കാണുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരികയാണല്ലേ എന്നൊക്കെ പറയണ്ട. പറയും, ആ അതെ അറിയാം, ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് കടയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, അന്ന് എന്ത് രസമായിരുന്നു അല്ലേ, ജോലിക്കാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വന്നിറങ്ങി ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക, താൻ തൻ്റെ ഭാര്യയുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പാർക്കിൽ വന്നിരുന്നിരുന്നത് അല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഞാനിന്ന് ശ്രുതിയെ കൂട്ടി സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ അവൾക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇന്നിങ്ങനെ സംസാരിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി